ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന രണ്ട് ഓൾട്ടോ 800-കളാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡീസൽ ആണ് താനും, അതേപോലെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഫുൾ ഓണിന് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡീസൽ വേരിയന്റ് വാഹനമാണ്. സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അപ്പൊ ഫുൾ ഓൺ കിട്ടുന്ന മോഡൽ കൂടിയ ഒരു വാഹനമാണ്. അത് നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 50 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. മേജറായ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട്സ്, നമ്മളൊന്നൊരു പുതിയൊരു ഷോറൂം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ബൈക്കുകളുണ്ട്, അതേപോലെ കാറുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ മലപ്പുറം മൊറയൂര് വാലഞ്ചേരിയാണ്. അതായത് നമ്മൾ PT മോട്ടോഴ്സ് കറക്റ്റ് നമ്മൾ AM-ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പാലക്കാട് കാലിക്കരി നാഷണൽ ഹൈവേയിലാണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ബൈക്കുകളുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. സ്കൂട്ടേഴ്സ്, അതേപോലെ സ്പോർട്സ് ബൈക്സ്, ബുള്ളറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് വരുന്നത് കാറുകളുടെ നല്ലൊരു കളക്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസിലൊക്കെ നിങ്ങൾ നേരെ ഇതിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സിൽവർ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഒറിജിനൽ കേരള സ്വിഫ്റ്റ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒക്കെ നോക്കുന്നത് നല്ല നീറ്റാണ്. അതും VXI ആണ് ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി വാഹനമാണ്. അതും സിംഗിൾ ഓൺഷിപ്പിൽ 2019 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ 16-17 മൈലേജും കിട്ടും. കേൾട്ടൺ BJ-ലാണ് ഇതിന്റെ നമ്പർ ആയിട്ടുള്ളത്. 19 രജിസ്ട്രേഷൻ ആണെങ്കിൽ 24-ലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. മാനുഫാക്ചറിങ് 2019 ആണ്. അപ്പോൾ 2019 സിംഗിൾ ഓൺഷിപ്പിൽ 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നമ്മൾ ചോദിക്കുന്ന പ്രൈസിന് 5,80,000 രൂപയാണ്. സ്ലൈറ്റിൽ നെഗോഷ്യബിൾ ആണ്. ഏകദേശം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 19 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. മേജറായ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% നമ്മൾ ഗ്യാരണ്ടി തരുന്ന ഒരു വാഹനമാണ്. അത് നമ്മൾ ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന ബലേനയാണ്. ഇതിന്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അപ്പോൾ ഫുൾ ഓൺ കിട്ടുന്ന മോഡൽ കൂടിയ ഒരു വാഹനമാണ്. അത് നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 2024 മോഡൽ സിഗ്മ ന്യൂ ഫേസ് ആണ്. അതേപോലെ നമുക്ക് പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. 24 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്, 24,000 കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് അത്യാവശ്യം ക്രോം ഫിനിഷിങ്, നമുക്ക് റിവേഴ്സ് ക്യാമറ ഒക്കെ നമുക്ക് ആഡ് ഓൺ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ടയേഴ്സും അത്യാവശ്യം നമുക്ക് ടയേഴ്സ് വരുന്നുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 5,90,000. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. നമുക്കൊരു കിഡ്ലം വാഹനമാണ്. ഡീസൽ ആണ് വാഹനം. അതേപോലെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഫുൾ ഓണിന് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡീസൽ വേരിയന്റ് വാഹനമാണ്. 22 മോഡല്. അത് നമുക്ക് ഒറിജിനൽ കേരള കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ വരുന്ന ഡീസൽ വേരിയന്റിന്റെ ഏറ്റവും ടോപ്പിന്റെ അവസ്ഥയാണ്. സോ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു സ്പോർട്ടി വെഹിക്കിൾ. ഇന്ത്യൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പക്കൊരു പ്രീമിയം ലെവലിലെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. നമുക്ക് ഷാപ്പിന് ആൻറ്റിന വരുന്നുണ്ട്, പുഷ്പയുടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്, റിയറിൽ വൈപ്പർ വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC. ടയേഴ്സ് ഒക്കെ നോക്കുന്നത് നമുക്കൊരു 90-95% ടയേഴ്സ് വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ സിസ്റ്റം, റിവേഴ്സ്, അത് സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻപുട്ട് സ്റ്റീരിയോ, അങ്ങനെ A to Z നമ്മൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഡീസലാണ്. കൂടെ തന്നെ 86,000 കിലോമീറ്റർ, 22 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് തന്നെ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് 8,40,000 രൂപ. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസലും വിത്ത് സൺറൂഫോട് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഈ ഒരു വാഹനത്തിന് നമ്മൾ 8,40,000 ചോദിക്കുന്നത്. അതും നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അത് നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന രണ്ട് ഓൾട്ടോ 800-കളാണ്. ഇതിൽ നമുക്ക് ഒന്നുകൂടെ മോഡൽ കൂടിയതും ചൂസയുടെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് 22 മോഡൽ വാഹനം. ഇത് നമുക്ക് വരുന്നത് 21 ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് 22 മോഡല്, അതും ചൂസയുടെ എയർ ബാഗ്, അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. LCD സ്ക്രീന് വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡ് അതേപോലെ തന്നെ കോ പാസഞ്ചർ നമുക്ക് എയർ ബാഗ് വരുന്ന മോഡലാണ്. റിയറിലും അതേപോലെ തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. 56,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 3,50,000 രൂപ. ട്രാക്ക് ഒക്കെ ഏകദേശം നമുക്ക് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റും. അടുത്ത് നമുക്ക് വരുന്നത് 2021 മോഡൽ വാഹനമാണ്. ഈ വാഹനം KL 16 ആണ് നമുക്ക് മോഡൽ വരുന്നത്. ഇത് നമുക്ക് ഓടിയിട്ടുള്ളത് പറഞ്ഞാൽ ലോ കിലോമീറ്റർ ആണ്. വെറും 32,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം മറ്റേ വാഹനത്തെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ
ലോ കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്കിത് പിന്നെ AC പോസ്റ്റ് സ്റ്റിയറിംഗ് ചൂടോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ്. ന്യൂ ഫേസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനം 32,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,20,000. അപ്പോൾ ഈ രണ്ട് വാഹനം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിത് ഫുൾ എടുക്കാം. ഇത് 2021 3/20, നമുക്ക് 22 മോഡല്, അത് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 350. അത് നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഏറ്റവും ടോപ്പ് ലോഡിൽ വരുന്ന മഹീന്ദ്രയുടെ ഒരു SUV 500 ആണ്. സിൽവർ ഫിനിഷിംഗ് ആണ്, W8 ആണ് ഈ ഒരു വാഹനത്തിന്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻ്റെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിന് തന്നെ വരുന്ന ഡീസൽ 7 സീറ്റർ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല സ്പേഷ്യസും അതേപോലെ തന്നെ നമുക്ക് അത്രയും കൊടുക്കുന്ന ക്യാഷിന് നമുക്ക് വാല്യൂ ഫോർ മണി ഉള്ള ഒരു വാഹനമാണ്. അതും ചെറിയൊരു പ്രൈസിനാണ് ഒരു വാഹനം തരാൻ പോകുന്നത്. 2015 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. 15 മോഡൽ W8. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ചെറിയൊരു വാഗണറൊക്കെ വാങ്ങുന്ന ആ ഒരു പ്രൈസിന് നമുക്ക് വാഹനം ഉണ്ടാകും 4,90,000 രൂപ. അത് നമുക്ക് ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 7 സീറ്റർ ആയി, അതും നമുക്ക് ഡീസലിൽ ഏറ്റവും ഫുൾ ലോഡ്, അതും ഫുൾ ലോണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അടുത്ത നമ്മൾ ഒരു US ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു ജീപ്പ് കോമ്പസ് ആണ്. ഡോൾ ടൂൺ ആണ് വരുന്നത്. കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. അത് നമുക്ക് ലിമിറ്റഡ് പ്ലസ് ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ മാനുവലിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. സോ നല്ല ബോഡി വെയിറ്റ്, പെർഫോമൻസ്, പക്ക സ്പോർട്ടി ആയിട്ടുള്ള വെഹിക്കിൾ. അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ ആണ്. കൂടെ തന്നെ നമുക്ക് ഫുൾ ഓണിന് ചെയ്യാൻ പറ്റുന്ന ഡീസൽ മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ്. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഈ വാഹനത്തിന് നമുക്ക് പരമാവധി സൺറൂഫ് വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ STR പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കിലോമീറ്റർ വരുന്നത് പക്ക ലോ കിലോമീറ്റർ വാഹനമാണ്. വെറും 56,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അപ്പോൾ ഈ വാഹനത്തിന് നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ്. ചോദിക്കുന്ന പ്രൈസ് തന്നെ 14,25,000. അതും നമുക്ക് ഫുൾ ഓണിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. ഒരു ഒറിജിനൽ കേരള ഇന്നോവ തപ്പി നടക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. 14 ഒറിജിനൽ Type 4, അതും ഒറിജിനൽ കേരള G4. ഇതുവരെയായിട്ട് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് മാത്രമായിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ കണ്ടാൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അഡീഷണൽ ആയിട്ട് സൈഡ് സ്കേറ്റിംഗ്, ബാക്ക് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരള വാഹനമാണ്. അതും സെക്കൻഡ് ഓൺഷിപ്പിൽ 2,40,000. അതും A to Z സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും പക്ക ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം. സോ ഒരു ഒറിജിനൽ കേരള ഇന്നോവ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു വാഹനം മിസ്സാക്കണ്ട. അത്രയും നമുക്ക് ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റയുടെ അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി. അതും നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ വെറും 8,35,000 രൂപ. അത് നമുക്ക് മാക്സിമം നമുക്ക് ലോണും അവൈലബിൾ ആണ്. അത് നമുക്ക് ഏകദേശം ഒരു 27-28 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഈ വാഹനം നമുക്ക് ഇത്രയും മൈലേജ് കിട്ടാനുള്ള ഒരു കാരണം നമുക്ക് CNG ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. അതും 88,000 കിലോമീറ്റർ നിലവിൽ സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്ന LXI ഓപ്ഷനാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻറ്റെയിനിങ് ചെയ്ത വാഹനമാണ്. നമുക്ക് മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടൂഡോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. അത് 2019 മോഡല് നിലവിൽ സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് CNG ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് 27-28 മൈലേജ് കിട്ടുന്ന 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം നമ്മൾ നമ്പറൊക്കെ ആക്കിയിട്ട് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 3,60,000 രൂപ. അത് മാക്സിമം നമ്മൾ നമ്പറൊക്കെ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോണും അവൈലബിൾ ആണ്. കൊമേഴ്ഷ്യൽ പർപ്പസ് അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പർപ്പസിൽ ഒരുപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ. 2 നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 2017 ആണ് വരുന്നത്. ഇത് നമുക്ക് 2 5 സീറ്റർ AC ആണ്. ഇത് അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ക ഒരു ഫാമിലി ആയിട്ട് കൊണ്ടുനടന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഫിനിഷിംഗുമാണ്. 2017. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 3,10,000 രൂപ. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 3,20,000 രൂപ. 2017 ആണ്. 2 നമുക്ക് 5 സീറ്റർ AC ആണ്. അപ്പോൾ 2 നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടായിരുന്ന PT മോട്ടോഴ്സിലാണ്. നമുക്ക് അടുത്തൊരു പാർട്ടിൽ നമുക്ക് ബൈക്കുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് കൂടാതെ അത്യാവശ്യം വാഹനങ്ങൾ നമുക്ക് ഇവിടെ വരാനുണ്ട്. നിലവിലെ വർക്കിലൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറം മൊറയൂർ വാലഞ്ചേരിയാണ്. ഇവിടെ നേരെ നമ്മൾ AM-ന്റെ അരീന ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.